പ്രസവം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടേയുള്ളൂവെങ്കിലും അങ്ങനെ വിശ്രമിച്ചിരിക്കാന് പറ്റുന്നില്ലെന്ന് തന്വി പറയുന്നു. മോളെയും മോനെയും നോക്കാന് യോജിയും ഞാനും മാത്രമേയുള്ളൂ. മോന് സ്കൂളുണ്ട്. എല്ലായ്പ്പോഴും ഇഷ്ടഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാന് പറ്റാറില്ല. ഇത്തവണ യോജി എന്തൊക്കെയോ പ്ലാന് ചെയ്തിരുന്നു. അതനുസരിച്ചാണ് പാചകം. വീട്ടിലിരുന്ന് മടുത്തിരുന്നു തന്വിക്ക്. അങ്ങനെയാണ് സാധനം വാങ്ങിക്കാന് പോയപ്പോൾ അവരെയും കൂടെ കൂട്ടിയത്. ഒരു ദിവസം കഷ്ടപ്പെട്ടാല് ഒരാഴ്ച നന്നായി പോവും. കുറേ സംഭവങ്ങൾ പാചകം ചെയ്തു വെക്കാറുണ്ടെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു. ഗർഭകാലത്ത് ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതല് അതെല്ലാം കഴിച്ചു തുടങ്ങിയിരുന്നു. യോജിക്കൊപ്പമായി തന്വിയും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ കിച്ചണാണിവിടത്തെ. നിന്ന് തിരിയാനിടമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇടിച്ചു നിൽക്കും. ഇടയ്ക്ക് ലിയാനും കിച്ചണിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നിനക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഇരുവരും ഓടിക്കുകയായിരുന്നു. അനിയത്തിക്കായി പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട് ലിയാന്. ഇടയ്ക്ക് പനി പിടിച്ചെങ്കിലും യോജി ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം പെട്ടെന്നുള്ള പരിപാടികളാണ്. ഉറക്കൊക്കെ കുറവാണിപ്പോള്. സ്റ്റിച്ചൊക്കെയുള്ളതുകൊണ്ട് ഞാൻ അധികം നിൽക്കുന്നില്ല. വ്ളോഗൊക്കെ ചെയ്യാനേ നിൽക്കുന്നുള്ളൂ. യോജി മീല് സെറ്റാക്കി വെച്ചതുകൊണ്ട് വലിയ ആശ്വാസമാണ്. ഇനി ചെറിയ പരിപാടികളൊക്കെയുള്ളൂ. കുറച്ചു ദിവസത്തേക്ക് ഇനി കാര്യമായ കുക്കിംഗ് വേണ്ടതില്ല. ഞാൻ അധികം കുക്ക് ചെയ്യാറില്ല. യോജിയെ ഹെൽപ്പ് ചെയ്യുമെന്നും തന്വി പറഞ്ഞിരുന്നു. തന്വി റെസ്റ്റ് എടുത്തില്ലെങ്കില് നടുവേദന വരുമെന്നായിരുന്നു വീഡിയോ കണ്ടവരുടെ കമന്റുകള്. ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജോലിക്ക് പോയ ആളാണ്. എങ്ങനെ നോക്കണമെന്ന് അവർക്കറിയാമെന്നായിരുന്നു മറുപടി. യോജി നന്നായി കെയർ ചെയ്യുന്നുണ്ട്. നിലമോൾ ഓക്കെയാണോ? ലിയാന് മെലിഞ്ഞുപോയി എന്ന കമന്റുകളും വ്ളോഗിന് താഴെയുണ്ടായിരുന്നു. ലിയാന്റെ ഡെലിവറി ടൈമില് യോജി നാട്ടിലായിരുന്നു. കോവിഡ് കാലമായിരുന്നതിനാൽ അവിടേക്ക് എത്താനായിരുന്നില്ല. അന്ന് കൂടെയില്ലാതിരുന്നതിനെക്കുറിച്ച് പറഞ്ഞ് വൻവഴക്കായിരുന്നു തന്വി. ഡിവോഴ്സിലേക്ക് വരെ നീങ്ങിയ വഴക്കായിരുന്നു അത്. എന്നാൽ ലിയാന് വേണ്ടി വീണ്ടും ഒന്നിക്കുകയായിരുന്നു ഇരുവരും.